ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അപർണ അകത്ത് കയറിയതിൻ്റെ പേരിൽ നമ്മുടെ നിരഞ്ജനയും അമലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടറോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് അപർണ അകത്തേക്ക് കയറിയത്. നമ്മളെ ആരെയും ഒന്ന് കാണിക്കുന്ന പോലും ഇല്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവളും അവളുടെ അച്ഛനും വലിയ പിടിപാടുള്ള ആൾക്കാരല്ലേ, അതുകൊണ്ടായിരിക്കാം. എങ്ങനെയെങ്കിലും അവളിവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് അമലിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അപർണ ഇറങ്ങി വന്നു. ആരുടെ അനുവാദം വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറി പോയതെന്ന് ചോദിക്കുമ്പം എനിക്ക് ഹോസ്പിറ്റലിലേക്ക് വരാനോ ഇവിടുത്തെ ICUയിലേക്ക് കയറാനോ ഇവിടെ കാത്തു നിൽക്കുന്നവരുടെ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്ന് അപർണ പറഞ്ഞു. സമ്മതം തരേണ്ടവരോട് അത് വാങ്ങിച്ച് തന്നെ ഞാൻ ICUയിലേക്ക് കയറി പോയതെന്നും അപർണ പറയും കേട്ടോ. പിന്നെ അവിടെ ഒരു പേഷ്യൻറ്റ് മാത്രമല്ലല്ലോ, ജാനകിക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ICU. മരിച്ച ഒരിറ്റ ജീവിതം ഉണ്ടോ എന്ന് അറിയാൻ വന്നവളല്ലേ നീ എന്നും ചോദിച്ചു അമൽ ചോദിക്കുമ്പോൾ, ജാനകിയും രണ്ടിൻ്റെയും ഇടയിലല്ലേ എന്ന് ചോദിച്ചു. എടി എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്ന അപർണ എന്ന് നിരഞ്ജന ചോദിക്കുക അപർണയോട്. അങ്ങനത്തെ അതും ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം നിൻ്റെ ഏട്ടത്തിയല്ലേ ഒന്നുമില്ലെങ്കിൽ അകത്ത് കിടക്കുന്നത്, അല്പം മനുഷ്യത്വമെങ്കിലും നിനക്ക് കാണിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എങ്ങനെയാണ് മനുഷ്യത്വം കാണിക്കേണ്ടത് നിരഞ്ജന, അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോഴേക്കും നിരഞ്ജനയുടെയും അതുപോലെ അമലിൻ്റെയൊക്കെ കണ്ണെന്നറിയാം. ഞാനാണ് ജാനകി ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെടുത്തിയതെന്നല്ലേ നീ അടക്കം ജാനകിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തിന് ഓരോന്ന് കാണിക്കണമെന്ന് ചോദിച്ചു. അതല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ച് നടക്കുന്നതും. കൊന്നു കളയാൻ ശ്രമിച്ചവൾക്ക് മനുഷ്യത്വം തേടുന്നത് തമാശയല്ലാതെ മറ്റെന്താണെന്നൊക്കെ അപർണ ചോദിക്കുമ്പോൾ, അപർണേ നീ ഇത് സ്ഥലകാലബോധമില്ലാണ്ട് സംസാരിക്കരുത് പറഞ്ഞു. അപ്പം നിങ്ങളുടെ വിശ്വാസം തിരുത്താൻ എനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ് വലിയ ആ ഒരു ഇതായിട്ട് പറയുകയാണ്. എന്തായാലും എനിക്ക് അവളുമായിട്ടൊരു ഏട്ടത്തി എന്നൊരു ബന്ധം ഉണ്ടാക്കി വെച്ചേക്കാണല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാ. പിന്നെ എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് അവർ കണ്ടുപിടിക്കുമ്പം വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. എനിക്ക് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ജാനത ഇല്ലാണ്ടാക്കാൻ ഞാനോ എൻ്റെ അച്ഛനോ ശ്രമിച്ചിട്ടില്ല എന്നും അങ്ങനെ ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ പോലും ഉണ്ടായിട്ടില്ലെന്നുള്ള കാര്യങ്ങളും അപർണ പറയൂ കേട്ടോ. കെട്ടിച്ചമച്ച കഥ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് നിങ്ങൾക്ക് പോലും അറിയാമെന്ന് പറയുമ്പം, പക്ഷെ തെളിവുകൾ മറനീക്കി പുറത്തു വരുമ്പോഴേ കെട്ടിച്ചമച്ചതല്ല എന്ന് കോടതിക്ക് മനസ്സിലായാൽ കഥ മാറില്ലേ അപർണ എന്ന് നിരഞ്ജന അന്നേരം ചോദിച്ചു. കെട്ടിച്ചമച്ച കഥയാണത്രേ. നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് ഇതുവരെ അറിയില്ല എന്ന് പറഞ്ഞു അമല്. അപ്പം നിർത്താൻ പറഞ്ഞു അപർണ അമലിനോട്. ഇനി എൻ്റെ അച്ഛനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടരുത്. അടുത്ത നീ പറയാൻ പോകുന്നത് ജാനകിയെ വേദനിപ്പിച്ചതിന് ഞാൻ കരയേണ്ടി വരുമെന്ന് തന്നെ അല്ലേന്ന് ചോദിച്ചു. നീ കുറച്ച് നാളായി ഇത് തന്നെ എന്നോട് പറയുന്നു. അപർണയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം അഭിയെയോ ജാനകിയെയോ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് പൊടിയില്ല എന്ന് അപർണ ഇവരെ വെല്ലുവിളിക്കുക. ഞങ്ങൾ പ്രതിസ്ഥാനത്ത് നീയൊക്കെ നിർത്തിക്കോ. അതിൻ്റെ കൂട്ടത്തിൽ ജാനകിക്കോ അഭിക്കോ ഇപ്പോഴും മറ നീക്കി പുറത്തു വരാനിരിക്കുന്ന ശത്രുക്കൾ ഉണ്ടോ എന്ന് കൂടി വക്കീൽ ഉൾപ്പെടെയുള്ളവരെന്ന് അന്വേഷിക്കുന്നതേ വളരെ നന്നായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇവൾ പറയുമ്പം, നിന്റെ ഈ വരവ് തന്നെ നിരപരാധി ചമയാനാണെന്ന് ആർക്കാടി അറിയാത്തതെന്ന് ചോദിച്ച് അമൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അഭിയേട്ടൻ വരുന്നതിന് മുന്നേ പോകാൻ നോക്കിക്കോ. നിന്നെ ഇവിടെ കണ്ടാലേ അഭിയേട്ടൻ്റെ സമനില തെറ്റി പോകുമെന്നും അമൽ പറയുമ്പോൾ, അഭിക്ക് സമനില തെറ്റില്ലേ ചങ്ങലക്കിടിക്കുക വേണ്ടത്, അല്ലാതെ അഴിച്ചു വിടുകയല്ല വേണ്ടത്. അളകാപുരിയിലെ ഒരു അംഗം തന്നെയാ ഞാനും. വലിഞ്ഞു കയറി വന്നവളൊന്നും അല്ല. ആണോ? അല്ല. അപ്പം അത് നിരഞ്ജനയെ കൊള്ളിച്ച് പറഞ്ഞതാ. അവിടുത്തെ ഒരാൾ മരണത്തോട് പൊരുതി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ വരും. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞു അപർണ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവൾ അവിടെ ഇരിക്കുക. ആ സമയത്ത് അഭി അങ്ങോട്ട് വരുമെന്നുള്ളൊരു ഇതാണ് അമലിന്. ഭയങ്കര കൊലിപ്പിച്ചിങ്ങനെ ഇരിക്കുക നമ്മുടെ അമൽ. പിന്നെ കാണിക്കുന്ന പൂന്താനമനയാട്ടോ. ആ മനയിൽ അഭി അമ്മയെ കാണാനായിട്ട് ചെന്നു. അവിടുത്തെ സ്വാമിയായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അഭിക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു കേട്ടോ. മനസ്സിൻ്റെ താളം തെറ്റിയ നിലയിലേക്കാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ഭക്ഷണമായിട്ട് അവരൊന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ദാഹജലം കൊണ്ടാണ് അവർ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്നും പറഞ്ഞു. ഉറക്കമാണെങ്കിൽ തീരെ ഇല്ലാന്നും. ജാനകിയുടെ അവസ്ഥ അമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്ന് അഭി അന്നേരം ഇവരോട് ചോദിച്ചു. തിരുമേനി അത് പറയേണ്ടിയിരുന്നില്ലെന്ന് പറയുമ്പം അവർക്കെല്ലാം അറിയാമെന്നും നിവർത്തികേട് കൊണ്ട് പറഞ്ഞു പോയതാണെന്നോ ചേട്ടൻ പറഞ്ഞു. ആര് പിടിച്ചാലും നിൽക്കാത്തൊരു നിലയിലായിരുന്നു അവരെന്ന കാര്യം പറയണം. ഇതൊക്കെ കേട്ട് അഭി ഞെട്ടിയിട്ടോ. രാധാമണിയെ അഭിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമല്ലോ അല്ലേന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇപ്പോൾ അവരെ കൊണ്ടുപോയി നിർത്താൻ ഒരു സ്ഥലമില്ല എന്ന് അഭി ഇവരോട് പറയുവാണ്. വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എൻ്റെ മോളുള്ളത് കൊണ്ട് വലിയ പ്രശ്നമില്ലാതെയൊക്കെ കാര്യങ്ങൾ പോകുമെന്നും പക്ഷേ അവരെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത കുറേ പേരവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ അദ്ദേഹം എന്നും പറഞ്ഞിങ്ങനെ നെടുവീർപ്പിട്ടു. അപ്പം ജാനകിക്ക് അമ്മയുണ്ടെന്ന് ഇപ്പോഴും അറിയാത്തവരാണ് ഇപ്പോൾ അവിടെയുള്ള ചിലരൊക്കെ എന്നിങ്ങനെ പറയുന്നു.
അബി, എൻ്റെ കൊച്ചുകുട്ടിയെ ഞാൻ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും? അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ജാനകി വീട്ടിലെത്തണത് വരെ രാധാമണിയുടെ നില അപകടത്തിലാവാതെ നോക്കാൻ എന്തു വഴിയുണ്ടെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന് തിരുമേനി ഇങ്ങനെ അബിയോട് പറഞ്ഞു. അവരെ ഇവിടെ നിർത്തി കൊണ്ടുപോകാനൊന്ന് തിരുമേനി അനുവദിച്ചാൽ മാത്രം മതിയെന്ന് അബി അന്നേരം പറഞ്ഞു. അവരെ നോക്കാൻ എത്ര പേര് വേണമെങ്കിലും ഞാൻ വെച്ചോളാവെന്നും പറഞ്ഞു. എനിക്ക് ഈ ഒരു പ്രതിസന്ധി മറികടക്കണം, അതിന് വേണ്ടിയിട്ടാണ് തിരുമേനി എന്ന് പറയുമ്പോൾ ആ തിരുമേനി അബിയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം പകുതി സമ്മതം മൂളി അങ്ങ് പോയി. അപ്പോൾ അവിടെ നിന്ന് കാര്യക്കാരൻ ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥകളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കാനുള്ളൊരു മാനസികാവസ്ഥയിലൂടെയല്ല ഞാനിപ്പോൾ പോകുന്നത്. എൻ്റെ ജാനകിയുടെ അവസ്ഥയെപ്പറ്റി പറയാം. അത് കഴിഞ്ഞ് പിന്നെ അബി അമ്മയെ കാണാൻ ചെന്നു. അമ്മയുമായിട്ട് സംസാരിക്കാം. അമ്മയെ അഭിസാറ അമ്മ ഇതെന്നും പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആൾ കാണിച്ചു കൊടുക്കുക കേട്ടോ. പക്ഷെ അമ്മ മോളെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അബി ആ സമയത്ത് ഇരുന്ന് അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുവാണ്. ആ സമയത്ത് അമ്മയ്ക്ക് പറഞ്ഞതുമെന്നും മനസ്സിലാവാത്തത് കൊണ്ടൊന്നുമല്ല, മനസ്സിലാകുന്നുമുണ്ട്. വാശിയല്ലേ സാർ അമ്മ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഈ ചേച്ചി, ജാനകിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു പോയതാണ് പ്രശ്നമായതെന്ന് അബി അന്നേരം അവിടെ ഇരുന്ന് പറയാം. അത് അമ്മയ്ക്ക് മാത്രമല്ല പൊന്നുവിനും സഹിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യവും അഭി അവിടെ ഇരുന്ന് ആ ചേച്ചിയോട് പറയും കേട്ടോ. ഇങ്ങനെ മരവിച്ച ഒരാളെ പോലെ അങ്ങനെ ഇരിക്കുക. അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നിർത്തിയിരിക്കുകയാണെന്നും ഒരു കൊച്ചുകുട്ടിയായിട്ടും അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അമ്മ ഇങ്ങനെ ആയാലും എന്ത് ചെയ്യുമെന്നൊക്കെ അഭി ഇങ്ങനെ അവിടെ ഇരുന്ന് ചോദിക്കുക. അമ്മയുടെ മകൾ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുക. അമ്മയെ കവിഞ്ഞ് അവൾക്ക് ഈ ലോകത്ത് വേറെ ഒന്നും വേണ്ട, അവൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ജാനകിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമ്മ സംസാരിച്ച് കേൾക്കുക എന്നുള്ളതെന്ന് പറയുമ്പോഴേക്കും അമ്മ ഇങ്ങനെ അഭിയെ നോക്കുക. ആ ആഗ്രഹം മനസ്സിൽ വെച്ച് അവൾ പോവില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടെന്ന കാര്യവും അഭി ഇങ്ങനെ പറഞ്ഞു. അവൾ തിരിച്ചു വരൂ അമ്മേ, അവൾ ഉറപ്പായും തിരിച്ചു വരുമെന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇങ്ങനെ അഭി അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുക. അമ്മ ധൈര്യമായിട്ടിരിക്കണം, അമ്മയോട് വഴക്കൊന്നും ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അഭി ഇതെല്ലാം പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. ദേ അമ്മ ട്രീറ്റ്മെൻറ്റിന് തടസ്സമൊന്നും പറയാതെ ഇവർ വിളിക്കുമ്പോൾ അമ്മ കൂടെ ചെല്ലണം, ഭക്ഷണം കഴിക്കണം, ജാനകി വരുന്നത് വരെ അമ്മ ധൈര്യമായിട്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അമ്മ അത് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ എനിക്ക് അത്രയും ആശ്വാസമാകും. എന്നിട്ട് ഞാൻ പോയിട്ട് വരാമേന്ന് പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അവിടെ നിന്ന് പോയി. അത് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ മോളെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നകുലനും അതുപോലെ ഇന്ദ്രജയും കൂടെ ജാനകിയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോരുക. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞു, നിൻ്റെ എടുത്തുചാട്ടം കുറയ്ക്കണം. നിനക്ക് പല അവസരങ്ങളും നിൻ്റെ ജീവിതത്തിൽ വന്നു. നിൻ്റെ എടുത്തുചാട്ടം കൊണ്ട് നീയായിട്ട് തന്നെ നിനക്ക് വന്ന് കിട്ടിയ അവസരങ്ങളെല്ലാം പാഴാക്കി കളഞ്ഞവനാണെന്നൊക്കെ പറഞ്ഞ് ഏട്ടത്തി ഉപദേശിക്കാം. ഇപ്പോഴും നീ ഒന്നും പഠിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ. മനസ്സിൽ നീ അടിവരയിട്ട് വെക്കേണ്ട കാര്യമാണത്, നിന്നെ നീ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത്. അവളെ ഞാൻ തെളിച്ചു കൊണ്ടുവന്നിട്ടും നിൻ്റെ പ്രവർത്തികൾ കൊണ്ട് അവളെ നിനക്ക് നഷ്ടമായതാണെന്ന കാര്യം ഇന്ദ്രജ നകുലനോട് പറയുവാണ്. ക്ഷമ എന്നുള്ളൊരു വികാരം നിനക്കില്ല നകുല, നിൻ്റെ പരാജയം അതാണെന്നൊക്കെ പറയുമ്പം ഞാൻ എന്ത് വേണമെന്ന് ഏട്ടത്തി പറയുന്നതെന്ന് ചോദിച്ചു. അവിടെ അഭിറാം ഉണ്ടാകുമെന്നും അതുപോലെ അവളുടെ ബന്ധുക്കളെല്ലാവരും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇന്ദ്രജ പറഞ്ഞു കൊടുക്കുക. നമ്മൾ വന്നത് അവരെ കാണാനല്ല, ജാനകിയെ കാണാൻ വേണ്ടി മാത്രമാണെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതാവണം ആദ്യത്തെ വിചാരം, മനസ്സിലാക്കിക്കോളാനൊക്കെ പറഞ്ഞ് ഐസിയുവിൽ കിടക്കുന്ന ജാനകിയെ കാണുന്നത് വരെ നീ സമീപനം പാലിക്കണമെന്നൊക്കെ ഏട്ടത്തി അനിയന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഏട്ടത്തി പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്ത് കൂടെ നിന്നോളാം ഏട്ടത്തി എന്ന് പറഞ്ഞു. അപ്പോൾ നീ വരാൻ പറഞ്ഞ് ഇന്ദ്രജനി നകുലിനെയും കൂട്ടി അകത്തേക്ക് കയറി പോവുക. അന്നേരം അവരെല്ലാവരും ഇവിടെ അകത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. ആ പിശാശം അവിടെ വന്നിരിപ്പുണ്ട് അപർണ. അപ്പോഴാണ് ഇവറ്റകൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ഇവരവിടെ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവരെ എല്ലാവരും നോക്കുക. അപ്പോൾ ജാനകിയുടെ റിലേറ്റീവ് ആണോ എന്ന് തന്നെ അപർണയോട് കൃത്യം ചോദിച്ചു. അപ്പോൾ അതെന്ന് പറഞ്ഞു. ജാനകി ഐസിയുലാണെന്ന കാര്യം പറഞ്ഞു അപർണയോട്. അപ്പോൾ അമൽ ഇങ്ങനെ നോക്കുക കേട്ടോ. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെന്ന് നോക്കുക. അപ്പോൾ ഈ അപർണ ഇവർ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുക. നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഭിറാമിൻ്റെ ഫ്രണ്ടാണ്, ഇതെൻ്റെ ഏട്ടത്തിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു. അഭിയേട്ടൻ ഉടനെ വരുമെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഇന്ദ്രജി ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ നിരഞ്ജനയൊക്കെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുവാണ്. അപർണ അന്നേരം ഒന്നും വലിയ കാര്യമായിട്ട് നോക്കുന്നില്ല. ജാനകിക്ക് ശരിക്കും എന്താ സംഭവിച്ചത്? അവൾക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്നാണ് ഞാൻ കരുതിയതെന്ന് ഇന്ദ്രജ പറയുമ്പം ജാനി അടുത്ത് തന്നെയാണ് കാർ ഓടിച്ചതെന്നും അത് ആക്സിഡൻ്റായി കരുതാൻ പറ്റില്ല, കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന കാര്യം പറയുമ്പോഴത്തേക്കും നകുലൻ രക്തം തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അകത്ത് കയറി ജാനകിയെ കാണാനുള്ള പെർമിഷൻ ഏട്ടത്തി വാങ്ങ്, വിവരങ്ങൾ ചോദിച്ചറിയാനല്ലല്ലോ നമ്മളിവിടെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നകുലൻ ഇങ്ങനെ നിന്ന് കാണിക്കുക. ഇപ്പം അകത്തേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന് നമ്മുടെ അമൽ പറയുമ്പോൾ ഏട്ടത്തി ഒന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. ഇവർ പറയുന്നത് എന്തിനു നമ്മൾ കേൾക്കണമെന്ന് ചോദിച്ചുകൊണ്ട് ഇവൻ വയലൻ്റ് ആകാൻ നോക്കി. അപ്പോഴത്തേക്കും അപർണയ്ക്ക് സംശയം തുടങ്ങി. അല്ല,
ഇപ്പോഴും നിങ്ങളെ കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞില്ലേ സുഹൃത്തെ, ഞാൻ അഭിരാമിൻ്റെ ക്ലോസ് ഫ്രണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾ അത്ര അറിഞ്ഞാൽ പോരെ എന്ന് ഒക്കെ ചോദിക്കാം അമലിനോട്. അപ്പോഴേക്കും ഇവനോടെ കിടന്ന് വേഷം കെട്ട് കാണിക്കാൻ തുടങ്ങി. വേഗം തന്നെ അവിടെ നേഴ്സ് വന്നപ്പോഴത്തേക്കും ഇന്ദ്രജ ചോദിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഇവരകത്തേക്ക് കയറിപ്പോയി. അമലും നിരഞ്ജന ഇങ്ങനെ ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുക. അപ്പം തന്നെ അപർണയ്ക്ക് കത്തി എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. വഴിയെ പോകുന്നവരും വരുന്നവരും എല്ലാവരും ഫ്രണ്ടാണെന്ന് പറഞ്ഞ് കാണാൻ കയറി പോകുന്നതിന് ഒരു തെറ്റുമില്ലല്ലേ അമലെ എന്ന് അപർണ ചോദിക്കുക. ജാനകി ഹോസ്പിറ്റലിലായപ്പോൾ പുതിയ കഥാപാത്രങ്ങൾ രംഗത്ത് വരാൻ തുടങ്ങിയല്ലോ അമലെ എന്നും പറഞ്ഞുകൊണ്ട് അപർണ. നിന്റെ ഏട്ടന് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട് ഉണ്ടായിട്ട് അത് നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണെന്നൊക്കെ പറയാം ഈ അപർണ. അമലിന് ശരിക്കും അവരെ അറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയില്ല എന്നും രണ്ടുപേരെയും അറിയില്ല എന്നും പറയാം. ഇനിയിപ്പോൾ പലതും അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് അപർണ പറയുമ്പോൾ ദേ ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്ന് പോയിക്കരുത്, ഇവിടുന്ന് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു അമൽ ഇവളോട് ദേഷ്യപ്പെട്ടു. നിന്നോട് പോവാല്ലേ പറഞ്ഞെന്ന് പറഞ്ഞു ഒച്ച വയ്ക്കുമ്പോൾ നീ എന്തിനാ എന്നോട് ഒച്ച വയ്ക്കുന്നതെന്ന് എനിക്ക് അറിയാടാ, വന്നവരാരാണെന്ന് ഞാൻ അറിയാൻ പാടില്ല. എന്തായാലും നിന്റെ പ്രഷർ ഞാനായിട്ട് കൂട്ടുന്നില്ല, ഞാൻ പോയേക്കാവെന്ന് പറഞ്ഞ് അപർണ അവിടെ നിന്ന് പോയി. അപർണ പോയി കഴിയുമ്പോൾ വന്നവരാരാണെന്ന് അമലിനെ അറിയാവോ, അമലൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജന ഇങ്ങനെ പറയുമ്പോഴും അമൽ ആലോചിക്കുന്നു. അമലിനെ കിട്ടുന്നില്ല, എനിക്കറിയില്ല എന്നും പറഞ്ഞ് അമൽ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഈ ഇന്ദ്രജയോട് അവിടുത്തെ നേഴ്സ് മേഡം പെട്ടെന്ന് പുറത്ത് പോകണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കൊളാവെന്നും പറഞ്ഞു. ഇവൻ അവിടെ കിടന്ന് അങ്ങോട്ട് ഭയങ്കര ഇതായിട്ടിങ്ങനെ വയലൻ്റായിട്ടിങ്ങനെ നമ്മുടെ ജാനകിയോട് സംസാരിക്കുക. നീ എന്തിനാ ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് ഓടിപ്പോയത്, ഈ മരണത്തോട് മല്ലടിക്കാനാണോ പോയതെന്നൊക്കെ ചോദിച്ചോ. നകുല പ്ലീസ് നീ എന്തേ കാണിക്കുന്നത്, ഇത് ICU ആണ്, നീ ഇങ്ങനെയൊന്നും കാണിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിതെങ്ങനെ സഹിക്കും, ഇവളെ രക്ഷിക്കാൻ കഴിയാത്തവൻ എന്തിനാ ഇവളെ കല്യാണം കഴിച്ചേ. നകുലൻ വയലൻ്റ് ആയപ്പോഴത്തേക്കും ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് കയറി വന്നു. അതെ നിങ്ങളെന്തിനാ ഇവിടെ കിടന്ന് ഒച്ച വയ്ക്കുന്നത്, ഇവിടെ നിന്ന് പുറത്തു പോയി എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിൻ്റെ നേരെ എന്നു നകുലൻ കാണാൻ വന്നാൽ കണ്ടിട്ടേ പോളെന്ന് പറഞ്ഞു വെച്ചപ്പോൾ നകുലൻ നീ വരാൻ പറഞ്ഞു. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, നിന്നെ ഞാൻ കൊണ്ടുപോകും, നിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവൻ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇന്ദ്രജി ഇവനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ചാടിച്ചു. ആ സമയത്ത് അപർണ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇവരെ കാണാനായിട്ട്. അപ്പോൾ ഇന്ദ്രജിയും നകുലനും ഇറങ്ങി വരുന്നേ. അപ്പോൾ ജാനകി കാണാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അല്ല ജാനകിയുടെ ആരായിട്ട് വരും, അഭിരാമിൻ്റെ സിസ്റ്ററാണോ എന്ന് ചോദിക്കുമ്പം അല്ല അനിയൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപർണ എന്ന് പറഞ്ഞ പേര് പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും നമ്മുടെ നകുലനെ അപർണ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. അയാളുടെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര സന്തോഷമായി അപർണയ്ക്ക്. ഇയാൾ അനിയനാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ എന്ന് പറഞ്ഞു. അപ്പം നകുലൻ കരഞ്ഞതുപോലെയാണല്ലോ നകുലൻ്റെ മുഖം ഇരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ ഒരു ഇത് പറയുമ്പോൾ ഇന്ദ്രജി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ജാനകിയുമായിട്ട് നകുലൻ നല്ല അടുപ്പത്തിലായിരുന്നു എന്നുള്ളത് മനസ്സിലായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ഈ സമയത്ത് ഇന്ദ്രജി ഇങ്ങനെ നോക്കുക, ഇവളാണ് ഏറെ എറിയുന്നതുവാ. അല്ല അല്ലെങ്കിൽ പിന്നെ ഈ വിധം സെൻറ്റിമെൻ്റൽ ആവേണ്ട കാര്യമില്ലല്ലോ, ഒന്നിച്ച് പഠിച്ചവരാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദ്രജ അല്ല എന്ന് പറഞ്ഞു ഒന്ന് ചിരിച്ചു. അപ്പോൾ അപർണയ്ക്കൊരു സംശയം, പിന്നെ നിങ്ങൾ എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ഭയങ്കര ചിരിയും ചിരിച്ച് അപർണ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.